എടാ, ഈ സ്ഥലം കാണുമ്പോ നല്ലൊരു വില്ലേജ് ആണെന്നാ തോന്നുന്നത്. ശരിക്കുള്ള അഡ്രസ് തന്നെ അല്ലേ? അലങ്കാരമൊക്കെ കൊള്ളാലോ. ഈ വീട് തന്നെ. എടാ, കല്യാണ വീടല്ലേ, ഇതൊക്കെ പിന്നെ ഇല്ലാതിരിക്കുവോ? ഡ്രൈവ് ശരിക്കും ലോങ് ആയി പോയി. നടു ഓടിഞ്ഞടാ. വന്നെത്തിയല്ലോ. ഇതെന്റെ ഫസ്റ്റ് ടൈം മാരേജ് അല്ലേ, അതിന്റെ ഒരു ടെൻഷനാ. എടി, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴാണ് അതിന് കല്യാണം എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈം ചെയ്താലേ അതിന്റെ പേര് വേറെയാ. അല്ല, കല്യാണമായിട്ട് നീ എന്താ ഇതുവരെ ഒരുങ്ങാതെ നിൽക്കുന്നത്? കാലത്ത് തൊട്ട് സമയം കിട്ടിയില്ല. കല്യാണ മണ്ഡപത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും നോക്കണം കേട്ടോ. എന്താ മോളെ, ഹാപ്പി അല്ലേ? നമസ്കാരം. മോനെ, സുഖമല്ലേ? ആ, സുഖമായിട്ടിരിക്കുന്നു. അല്ല മോളെ, പുറത്തുനിന്ന് ഇതാണോ കിട്ടുന്നത്? അല്ലാതെ കിട്ടുന്ന സ്ഥലത്ത് നീ പോയി വാങ്ങിക്കുന്നു? എന്നാ ഇതൊക്കെ സ്റ്റൈലല്ലേ അങ്കിൾ? സ്റ്റൈലെന്ന് പറഞ്ഞ് ശരീരം കാണിക്കണം, തെറ്റല്ലേ അത്? നോക്കുമോളെ, നമുക്കെന്നൊരു സംസ്കാരമുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. മനസ്സിലായോ? ശരി അങ്കിൾ. എടാ, ആ പൂക്കളൊക്കെ എടുത്ത് അവിടെ കെട്ടിവെക്കലാ. സിറ്റിക്കകത്ത് വന്നാ ഈ കിളവൻ എന്താ കൺഫ്യൂസ് അവിടെ ഒരു കുശുകുശുപ്പ്? ആ, ശരി ശരി, എല്ലാരും കുളിച്ചിട്ട് വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. മോളെ, ഇവരെ വിളിച്ചോളിച്ചല്ലേ. ഈ ന്യൂ ജനറേഷന്റെ ഒരു വാ. ആഹാ, ഈ വില്ലേജ് അറ്റ്മോസ്ഫിയറിൽ ടെറസിന്റെ മുകളിൽ ഇരുന്ന് സിഗരറ്റ് വലിച്ചാൽ എന്തൊരു രസമായിരിക്കും. എടാ, നീ അങ്ങോട്ടാ. മുകളിൽ ഇഷ്ടംപോലെ പക്ഷികളുണ്ടാവുമല്ലോ. അവരെ ഒന്ന് കണ്ട് സുഖമാണെന്ന് അന്വേഷിക്കാൻ പോവാ. എന്താന്ന് വെച്ചാൽ സിറ്റിയിൽ അവരുണ്ടാവില്ലല്ലോ. സിഗരറ്റ് വലിക്കാനെന്ന് പറഞ്ഞാ പോരെ. അറിയാവുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ഇങ്ങനെ ആയിരിക്കും. പണി നോക്ക്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നിരിക്കുന്നു. മ്യൂസിക്കും ക്ലൈമറ്റും ഒക്കെ എഴുതുന്നവർക്കാണ് ആവശ്യം. കാണുന്നവർക്കൊരു സുന്ദരി കുട്ടി തന്നെ മതിയല്ലോ. കറക്റ്റാണ് പ്രഭു. കണ്ട ഉടനെ മിസ്സായി പോയാൽ വേറെ ആർക്കെങ്കിലും മിസ്സസ് ആയി പോയാലോ? അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടി എടി, ഇങ്ങോട്ട് വന്നേ. എങ്ങോട്ടാടാ? പറയാം, എന്റെ കൂടെ വാ. എങ്ങോട്ടാന്ന് പറ. വേഗം വാ. നിക്കവിടെ. ഇതെങ്ങോട്ടേക്കാ? നിന്നെ കടത്തിക്കൊണ്ട് പോയി കല്യാണം കഴിക്കാനൊന്നും അല്ല, എന്റെ കൂടെ വാ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറ, ഇപ്പൊ തന്നെ കല്യാണം നടത്താം. നിന്നെ ഞാൻ നിന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും, പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. നീ ദയവ് ചെയ്ത് എന്റെ കൂടെ ഒന്ന് വരാവോ? വാ. എടാ, ഇത് എങ്ങോട്ടാന്ന് പറയാതെ. ഇങ്ങോട്ട് എന്തിനാ ഈ വിളിച്ചോണ്ട് വന്നേ? വീട്ടിൽ ആരെങ്കിലും നിനക്കറിയോ? ഇത് നമ്മുടെ നാടാ. ഇവിടെ എല്ലാവർക്കും എല്ലാവരെയും അറിയാം. ഓ, അങ്ങനെയാണോ? എന്നാ ബാ, അകത്തേക്ക് പോ. അകത്തേക്ക് എന്തിനാ പോന്നെ? ഞാനല്ലേ പറഞ്ഞത്. എന്താ മോളെ, എന്താ ഇങ്ങോട്ട്? അത് പിന്നെ നാളെ കല്യാണമല്ലേ, നേരിട്ട് വന്ന് വിളിക്കാന്ന് വിചാരിച്ചാ. നീ വന്നു വിളിക്കണോ മോളെ? ഞങ്ങള് തീർച്ചയായിട്ടും വരില്ലേ. വേറെന്തെങ്കിലും? ഹലോ, അർജന്റായിട്ട് ഫോണിൽ സംസാരിക്കണം. ടെറസിലേക്ക് പോയാലേ സിഗ്നൽ കിട്ടത്തുള്ളൂ. ഇവിടുന്ന് നേരെ ചെന്ന അവിടെ പഠിക്കട്ടുണ്ട്, അത് കേറിയ മുകളിലെത്തും. ഓക്കെ, ശരി, എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോ വരാം. ഹലോ, സിഗ്നൽ കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ സിഗ്നൽ കിട്ടും. വന്നല്ലോ. ഇതെവിടെ പോയി കിടക്കുന്നു? ഇവിടെ ഉണ്ടാവോ? ഇവിടെ നിൽക്കുന്നതായിട്ടാണല്ലോ കണ്ടത്. ഇവിടെ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ എവിടേക്കാ പോയത്? രാത്രി വലുതായിട്ട് വെള്ളമൊന്നും അടിച്ചില്ലല്ലോ, പിന്നെന്താ കൺഫ്യൂസ് ആവുന്നത്? ഈ ടെറസ് തന്നെ അല്ലായിരുന്നോ? ഇത് തന്നെയാണോ അതോ വേറെന്തെങ്കിലോ? അച്ഛൻ പറഞ്ഞിരുന്നു മോളെ. സിഗ്നല് കിട്ടിയോ മോനെ? ആ, കിട്ടി അങ്കിൾ, സംസാരിച്ചു. മോളിലെന്താ തുണിയൊക്കെ താഴെ വീണ് കിടക്കുന്നത്? അതെയോ, തുണി താഴെ കിടക്കുന്നു. സുന്ദരി, മോളെ സുന്ദരി. ദൈവമേ, അവസാനം TV ഓണായി.
മേലെ തുണി താഴെ വീണ് കിടക്കുന്നുണ്ടത്രേ. പോയി നോക്ക് മോളെ. ശരി അച്ഛാ. നിങ്ങളുടെ മോളാണല്ലേ? അതെ. നല്ല സുന്ദരിയാ. ഹോംലി ഗേളാ. വേറെ എന്തുണ്ട് വിശേഷങ്ങൾ മോളെ? വീണ്ടും ഫോൺ വന്നു മുകളിലേക്ക്. ആ ചെല്ലു മോനെ. ഹലോ ഹലോ. അല്ല മോനെ ഇടക്കിടക്ക് ഇങ്ങനെ ഫോണ് വരുന്നാണല്ലോ ഓഫീസ് കോൾ തോന്നുന്നത്. അതെയോ? എനിക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടിയേ. നാടൻ പെണ്ണിനെ കെട്ടാണ് അവിടെ. നിനക്കൊന്നും വേറെ പണിയില്ല. ഇവന്റെ കാര്യം പോക്ക. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നാട്ടിലുള്ള ഏതോ ഒരു പെണ്ണെന്ന് പറയുന്നതാ. സുന്ദരിയാടാ. സുന്ദരി ആ ശരി ശരി. സുന്ദരി ശരിയെടാ. സുന്ദരി സുന്ദരി ഒന്നോ ചെങ്ങി വാ. സുന്ദരി എടാ നീ സുന്ദരിയോ? ഇതിലേക്കൂടെ പോയിട്ട് അതിലേക്കൂടെ വന്നല്ലേ? ഞാൻ സുന്ദരിയോ? ഞാൻ പ്രതീക്ഷിച്ചു ഇതുപോലെയുള്ള സർക്കസ് ഒക്കെ കാണിച്ചു തുടങ്ങും. ഐ എം കമ്മിങ്. എടാ ഇത്രയും സൗന്ദര്യം എവിടെ നിന്ന് കിട്ടി സുന്ദരി? അങ്ങനെയാണോ? ഈ സൗന്ദര്യം മുഴുവനും എനിക്ക് മാത്രം വേണം. എടാ നീ എന്നെ തെറ്റിദ്ധരിക്കണ്ട സുന്ദരി. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാന്നാ പറഞ്ഞു വന്നത്. ഓ, പ്രസവിച്ച കുഞ്ഞിനെ എത്ര സുരക്ഷിതമായിട്ട് നോക്കുവോ ഞാൻ നിന്നെ അത്രയും സുരക്ഷിതമായിട്ട് നോക്കും. സത്യമാ, എന്നെ വിശ്വസിക്കും സുന്ദരി. കല്യാണത്തിന് ശേഷം നമ്മളെ കണ്ടിട്ട് ആഹാ ഓഹോ എന്ന് എല്ലാരും പറയണം. അങ്ങനെ ഞാൻ നോക്കിക്കോളാം. എടി നീ വന്നേ വന്നേ. ഇത് ശരിയാവും തോന്നുന്നില്ല. നീ ഒന്നും പേടിക്കണ്ട. നേരം വെളുക്കോളം ഇവൻ ഈ വെള്ളം അടിക്കുന്നതൊക്കെ കല്യാണത്തിന് ശേഷം വിട്ടേക്കാം. സത്യമായിട്ടും എന്നെ വിശ്വസിക്ക്. സത്യം. ഞാന് അങ്ങോട്ട് ഞാൻ നിന്റെ മടിയിൽ ഒന്ന് നിന്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് ആ നക്ഷത്രങ്ങളെയൊക്കെ നോക്കുമ്പോ നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് അങ്ങ് പോകും. ഐ ലവ് യു സുന്ദരി. ഐ ലവ് യു സുന്ദരി. നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തരുമോ?